നമസ്കാരം. കേരളം ഒട്ടേറെ പുതിയ ഇനീഷ്യേറ്റീവുകൾക്ക് വളരെയധികം പ്രശസ്തിയുള്ള ഒരു സംസ്ഥാനമാണ്. കേരളം ഒരു പുതിയ ചരിത്രത്തിന് തുടക്കം കുറിക്കുകയാണ്. ഡയറക്റ്റ് സെല്ലിംഗ് അഥവാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ നിങ്ങളത് ഇഷ്ടപ്പെടുന്നവരോ അല്ലെങ്കിൽ അതിനെ വിമർശിക്കുന്നവരോ ആയിരിക്കാം. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് മോഡലാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന പേരിൽ നമ്മൾ കേൾക്കുന്ന ഒരു ന്യൂ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് നമ്മൾ ഒട്ടേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് കേരള മോഡൽ എന്ന് പറയുന്നത്. കേരള മോഡൽ പലപ്പോഴും സംസാര വിഷയമായിട്ടുണ്ട്. ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ കാര്യത്തിലും ഒരു കേരള മോഡൽ തുടക്കം കുറിക്കുകയാണ്. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ് അംഗീകരിക്കുന്ന നിയമവിധേയമായ ഒരു ബിസിനസ് ആവാൻ പോകുന്നു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അതോടൊപ്പം മറ്റുള്ള പല വിശിഷ്ട വ്യക്തികളും മന്ത്രിമാരും ട്രേഡ് യൂണിയൻ നേതാക്കളും ഡയറക്റ്റ് സെല്ലിംഗ് ഓൺടർപ്രണേഴ്സും അടങ്ങുന്ന ഒരു വലിയ ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ ഒട്ടേറെ പേർക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ നൽകുന്ന, ഒരുപക്ഷെ രാജ്യത്തിൻ്റെ ഖജനാവിലേക്ക് വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പറ്റം സംരംഭകരെ സൃഷ്ടിച്ചെടുക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി അതിൻ്റെ ഒരു പുതിയ ലക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. ഡെഫിനറ്റായിട്ടും ഇത് വലിയ പ്രതീക്ഷ തരുന്നൊരു കാര്യമാണ്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരത്തിലൊരു മാറ്റത്തിന് വേണ്ടി പ്രയത്നിച്ച ഒരുപാട് ആളുകൾ ഈ മഹത്തായ ഒരു ലോഞ്ചിന് വേണ്ടി ശരിക്കും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലെടുത്തു പറയേണ്ടത് ഡെഫിനറ്റായിട്ടും ഈ ഒരു വെബ്സൈറ്റ് ലോഞ്ചിനും അതുപോലെ തന്നെ ഈ നിയമവിധേയമാകുന്ന ഈ ഒരു ബിസിനസ് മോഡൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ട്രേഡ് യൂണിയൻ ലീഡേഴ്സിനോട് തന്നെയാണ്. കാരണം ഈ ഒരു ഇൻഡസ്ട്രിയെ മറ്റെല്ലാവരും തള്ളിപ്പറഞ്ഞ് മാറ്റി നിർത്തിയ ഒരു സാഹചര്യത്തിൽ ട്രേഡ് യൂണിയൻ ലീഡേഴ്സും അതോടൊപ്പം തന്നെ ഈ ഒരു ബിസിനസ്സിനെ കഴിഞ്ഞ കുറേ കാലങ്ങളായി നെഞ്ചിലേറ്റി നടക്കുന്ന ഒരു പറ്റം ഡയറക്റ്റ് സെല്ലിംഗ് ഓൺടർപ്രണേഴ്സിൻ്റെയും നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ മുന്നേറ്റം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് വേണ്ടി ഒരു മോണിറ്ററിംഗ് മെക്കാനിസം കേരള ഗവൺമെൻറ് കൊണ്ടുവരുന്നത്. സോ ഈ ഒരു മോണിറ്ററിംഗ് മെക്കാനിസം നിലവിൽ വരുന്നതോടുകൂടി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെ കൃത്യമായി മോണിറ്റർ ചെയ്യാനും ഏതൊക്കെ നല്ല കമ്പനികളുടെ കൂടെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്, ഏതൊക്കെ കമ്പനികളെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടതെന്നുള്ള ഒരു കൃത്യമായ ഗൈഡ് ലൈൻ ഗവൺമെൻറ്റിന് തന്നെ നമുക്ക് തരാൻ സാധിക്കും. നമുക്കറിയാം ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് ലോകത്തിൽ നിന്ന് ഒരുപാട് സമ്പന്നരായ വ്യക്തികളെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വളരെ നൂതനമായ ഒരു ബിസിനസ് മോഡലാണ്. സോ നമ്മുടെ നാട്ടിൽ ആ ബിസിനസ് ഇനി ചെയ്യാൻ വളരെ എളുപ്പം നമുക്ക് സാധിക്കും. കുറേ കൂടി നല്ല രീതിയിൽ നമുക്ക് മറ്റു മുതൽ മുടക്കുകളൊന്നുമില്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന, ചെയ്ത് വിജയിക്കാൻ കഴിയുന്ന ഒരു നല്ല ബിസിനസ് മോഡലായി ഡയറക്റ്റ് സെല്ലിംഗ് നമുക്ക് കാണാൻ സാധിക്കും. ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ ഈ പുതിയ മാറ്റങ്ങൾ ഡെഫിനറ്റായിട്ടും നമ്മുടെ നാട്ടിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇതുവരെയും നിങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രിയെക്കുറിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കണം, മനസ്സിലാക്കണം. ഡെഫിനറ്റായിട്ടും ഒരു അധിക വരുമാനം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ അത് സാധിക്കും. താങ്ക് യു.